ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഡിജിറ്റൽ ഗുരു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഇപ്പോൾ ബിറ്റ്കോയിൻ പോലുള്ള പല ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ. സോ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു പുതിയ ക്രിപ്റ്റോ കറൻസിയാണ്. സോ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കറന്റ്ലി ഇത് ഫ്രീ ഏണിംഗ് ആണ്. അതായത് പൈസ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഇത് ലഭ്യമാണ്. സോ അതെങ്ങനെയാണ് എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് എന്താണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ബിറ്റ്കോയിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. എന്താണ് ബിറ്റ്കോയിനും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് 2009 ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതും ഫ്രീ ആയിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ആരും ഇതൊന്നും വാങ്ങിച്ചില്ല. ഇതൊക്കെ ഫേക്ക് ആവുമോ അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി എന്താണെന്ന് നമുക്ക് പലർക്കും അറിയില്ലായിരുന്നു. സോ നമ്മൾ വാങ്ങിച്ചില്ല. അവസാനം ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ബിറ്റ്കോയിന്റെ റേറ്റ് 6.9 lakhs ആണ്. 2018 അത് 20 lakhs വരെ വന്നിരുന്നു. ബട്ട് കറന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ 6.9 lakhs ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ പൈയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് കറന്റ് $0.34 ആണ്. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്താൽ അബൌട്ട് 25 rupees ആണ് നമുക്കിതിൽ വരിക. വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് മൈനിങ് ആണ്. അതായത് നമ്മൾ ബിറ്റ്കോയിൻ മൈൻ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ കോഡിംഗ് ഒക്കെ ഉപയോഗിച്ച് കുറെ കഷ്ടപ്പെട്ടാണ് മൈൻ ചെയ്തത്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഏതൊരു കോമൺ പേഴ്സണും ഇത് ഏൺ ചെയ്തെടുക്കാം. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി പൈൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരു ദിവസം ഒരു 6 പൈ വരെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് നമ്മൾ അതിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു 12 to 20 ഒക്കെ പൈസ സിമ്പിളായിട്ട് നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ പൈ ഫേസ് 1 നിൽക്കുന്നത്. സോ ഫേസ് 1 ആയതുകൊണ്ട് തന്നെ നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് വെച്ച് എന്തെങ്കിലും വാങ്ങിക്കാനോ ഒന്നും സാധ്യമല്ല. പക്ഷേ ഫേസ് 2 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ആക്സസിബിൾ ആവും. ബട്ട് അവിടെ വരുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ ഫ്രീ ഏണിംഗ് നിൽക്കും. പിന്നെ നമ്മൾ ഇതിന് എത്രയാണോ വാല്യൂ അത് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ വിൽക്കേണ്ട സിറ്റുവേഷനാണ്. സോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഫ്രീ ആയിട്ട് ഇത് ഏൺ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഇതിൽ എങ്ങനെയാണ് ഏൺ ചെയ്യുക, അതുപോലെ ഈ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇത് രജിസ്റ്റർ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇതിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ കോഡ് വേണം. ഓൾറെഡി ചെയ്യുന്ന ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ. സോ ഈ ഇൻവിറ്റേഷൻ കോഡ് ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എൻ്റെ ഇൻവിറ്റേഷൻ കോഡ് വെച്ച് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ലോഗിൻ ചെയ്യാം. സോ അത് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പിന്നെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ iOS-ലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. സോ നമുക്കിവിടെ എൻ്റെ ആൻഡ്രോയിഡ് ആണുള്ളത്. ഞാനിവിടെ പ്ലേ സ്റ്റോറിൽ പോകുന്നു. നമുക്ക് പൈ നെറ്റ്വർക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. സോ എന്നിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. സോ ഒരു 1 minute, അധികം MB ഒന്നുള്ള ആപ്പല്ല, ഒരു 1 minute നമുക്ക് ഇൻസ്റ്റാളായി വരും. സോ ആ ടൈം കൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ പല വീഡിയോസും ഇനി വരുന്നതായിരിക്കും. സോ നമുക്കിവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. സോ നമുക്കിവിടെ 2 രീതിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് തന്നെ വെരിഫൈ ചെയ്യാനുള്ള 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് അതുപോലെ മൊബൈൽ നമ്പറാണ്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫേസ്ബുക്കാണ്. ബിക്കോസ് മൊബൈൽ നമ്പർ ഇതിപ്പോൾ ഓൾറെഡി നമുക്കിത് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഉള്ളിൽ പോയിട്ട് വീണ്ടും വെരിഫൈ ചെയ്യണം. സോ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് US അല്ലെങ്കിൽ കാനഡ സിറ്റിസൺസ് ആണെങ്കിൽ ഈസിയാണ്. ബട്ട് അല്ലാത്തവർക്ക് US സെർവർ വഴിയാണ് ഇത് OTP വരിക. സോ നമുക്ക് ചിലപ്പോൾ വന്നില്ല എന്നുള്ള ഇഷ്യൂസ് ഉണ്ട്. സോ ഫേസ്ബുക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാനിവിടെ ഓൾറെഡി എൻ്റെ വേറൊരു ഇതിൽ ഫേസ്ബുക്ക് വെച്ച് ചെയ്തേക്കാൻ കാരണം ഞാൻ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പർ വെച്ചിട്ട് ചെയ്യുന്നവർ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ഏതാണോ ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ നെയിം കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് വരിക. ഇതൊന്ന് ലോഡ് ആവുന്നുണ്ട്. അതിന് മുമ്പ് പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ മിനിമം 8 character വേണം. ഒരു നമ്പറും ഒരു അപ്പർ കേസും ഒരു ലോവർ കേസും വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കാം. ഞാൻ എൻ്റെ നെയിമും ലാസ്റ്റ് നെയിമും ഇവിടെ കൊടുത്തു. അത് കഴിയുമ്പോൾ നമുക്കൊരു യൂസർ നെയിം കൊടുക്കാം. സോ ഞാനിവിടെ നിതീഷ് 498 എന്നുള്ളതാണ് യൂസർ നെയിം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുക. ചിലപ്പോൾ യൂസർ നെയിം ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് വേറെ യൂസർ നെയിം കൊടുക്കാൻ പറയും. ഇത് കഴിയുമ്പോൾ നമ്മൾ റെഫറൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആരാണ് റെഫർ ചെയ്യുന്നത് അവരുടെ ഒരു കോഡ് ഉണ്ടാവും. സോ എൻ്റെ കോഡ് എന്ന് പറയുന്നത് നിതീഷ് 499 എന്നാണ്. NITHESH. അതിൽ N ക്യാപിറ്റലാണ്.
ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൈ സ്റ്റാർട്ടായി, കണ്ടില്ലേ. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഫ്ലാഷിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിവിടെ ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഓരോ ദിവസവും നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പല റോൾസും നമുക്കിവിടെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുമ്പോൾ നമ്മൾ പയനിയർ ആയിരിക്കും. ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണം നമുക്ക് ഇന്ന് കോൺട്രിബ്യൂട്ടർ ആവാം. അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അംബാസിഡർ ആവാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇതെന്തൊക്കെയാണ് എന്ന് ഞാനിപ്പോൾ പറയാം. സോ ഇനി നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ടത്, ഇപ്പോൾ മുകളിൽ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.002425 എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് മൈനിങ്, ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിത് ജസ്റ്റ് ഒരു വട്ടം ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് മൈനിങ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ 23 പയനിയറിൻ്റെ അവിടെ കാണാം 0.20 പൈ പെർ അവറാണ് നമുക്ക് കിട്ടുക. സോ ഒരു ദിവസം ഏകദേശം 6 പൈ ആണ് നമുക്ക് കിട്ടുക. 24 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊന്ന് റിമൈൻഡ് ചെയ്യും. അപ്പോൾ റിമൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഈ ആപ്പ് ഒന്ന് എടുത്തിട്ട് ഈ ഒരു ഫ്ലാഷ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഗ്രീൻ കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോബോട്ട്സ് അല്ല, ഒരു ഹ്യൂമൻ തന്നെയാണ് ഇത് ചെയ്യണത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ഇതൊന്ന് എടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എത്ര പേര് ഉണ്ട് നമ്മുടെ ടീമിൽ നിന്ന് കാണിക്കാം. നമുക്ക് വേറെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാം. സോ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒരു 25% നമുക്ക് കിട്ടും. ഓക്കെ, അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ അംബാസിഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, 1 ആക്റ്റീവ്, അതായത് ഞാൻ ഇൻവൈറ്റ് ചെയ്ത ആൾ ആക്റ്റീവ് ഉണ്ട്. സോ അയാളുടെ ഒരു 25% 0.05 കിട്ടുന്നത്. അങ്ങനെ 0.05 മുകളിൽ പയനിയറിൻ്റെ 0.2 കൂടിയിട്ടാണ് ടോട്ടൽ അടിയിൽ 0.25 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുള്ളത്. സോ 0.25 പൈ പെർ അവർ ഈ ഒരു അക്കൗണ്ടിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ സ്റ്റാർട്ടിങ്, ഞാനിനി കുറച്ച് ചെയ്തിട്ടുള്ളൊരു അക്കൗണ്ട് ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ഈ ഒരു ഇൻ്റർഫേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. ഇതിപ്പോൾ മുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 39.8 പൈ ഉണ്ട് ഇതിൽ. ഇത് ഞാനിപ്പോൾ ഒരു 3-4 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. സോ ഇതിലിപ്പോൾ ഫ്ലാഷിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ 0.98 പൈ പെർ അവർ, അതായത് ഞാനിവിടെ മുകളിൽ കണ്ടില്ലേ, എനിക്ക് മൊത്തം 9 പേര് എൻ്റെ ഇൻവൈറ്റ് ലിസ്റ്റിലുണ്ട്. സോ അതുകൊണ്ട് എനിക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 0.98 പെർ അവർ കിട്ടും. അതായത് 24 അവേഴ്സിൽ എനിക്ക് ഒരു ദിവസത്തിൽ അപ്പോൾ 24 പൈ വരെ എനിക്ക് ജസ്റ്റ് ഒരു 9 പേര് എൻ്റെ ഇൻവൈറ്റ് ലിസ്റ്റിലുള്ളൂ. അതുപോലെ നമുക്ക് 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ കോൺട്രിബ്യൂട്ടർ നമുക്കാവാൻ പറ്റും. അതായത് നമുക്ക് ഒരു 5 പേരുടെ സർക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ട്രസ്റ്റ് ചെയ്യുന്ന, അതായത് എപ്പോഴും അവർ ആക്റ്റീവ് ആവും എന്നുള്ള ഒരു 5 പേരുടെ സർക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ അതിൽ നിന്ന് എനിക്ക് 0.2 കിട്ടുന്നുണ്ട്. സോ എനിക്ക് പയനിയറിൻ്റെ 0.2 ഉണ്ട്, കോൺട്രിബ്യൂട്ടറിൻ്റെ 0.2 ഉണ്ട്, അംബാസിഡറിൻ്റെ 0.5. അതായത് അംബാസിഡറാണ് നമ്മൾ ആക്റ്റീവ് യൂസേഴ്സിൻ്റെ പെർസെൻറ്റേജ്, ബാക്കിയുള്ള യൂസേഴ്സിൻ്റെ 25%. അങ്ങനെ ടോട്ടൽ എനിക്ക് 0.98 കിട്ടുന്നുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 9 മെമ്പേഴ്സ് ഉണ്ട് എൻ്റെ കൂടെ. അതിൽ ശ്രീനിവാസനാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. ഓക്കെ, സോ ബാക്കിയെല്ലാം ഞാൻ ഇൻവൈറ്റ് ചെയ്തവരാണ്. അതിൽ ചില ആൾക്കാർ ഇനാക്റ്റീവാണ്. ഓക്കെ, ചിലവർ ഇനാക്റ്റീവ് മെമ്പേഴ്സിൻ്റെ നമുക്ക് കിട്ടില്ല. ഈ ആക്റ്റീവ് മെമ്പേഴ്സാണ് ബാക്കി 6 പേര്. സോ 6 പേരുടെ 25% ആണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് എനിക്ക് 0.98 പൈ പെർ അവർ കിട്ടാനുള്ള കാരണം. സോ ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ഇതിൻ്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു 0.34 ആണ് എന്നുള്ളത്. അത് ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ ഒന്ന് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ പൈ നെറ്റ്വർക്ക് വാല്യൂ കണ്ടില്ലേ. സോ പൈ നെറ്റ്വർക്ക് വാല്യൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്നത് പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് $0.3238 ആണ്. സോ ഇതാണ് നമ്മുടെ പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ ഹോൾ വീഡിയോ. ഭാവിയിൽ പൈ വളരെ മൂല്യമേറിയ ഒരു കറൻസി ആകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു.